ബോബി ചെമ്മണ്ണൂരിന്റെ ജയിൽ മോചനത്തിനും കോടതിയുടെ അതിരൂക്ഷ ശകാരത്തിനും പിന്നാലെ കാക്കനാട് ജില്ലാ ജയിൽ പരിസരത്ത് അരങ്ങേറിയത് അസാധാരണ സംഭവ വികാസങ്ങളാണ്. ബോബി ജയിലിന് പുറത്തിറങ്ങിയ സന്തോഷത്തിൽ പടക്കം പൊട്ടിക്കാൻ എത്തിയവരെ പോലീസ് തടഞ്ഞു. ജയിൽ പരിസരത്ത് പടക്കം പൊട്ടിച്ചാൽ കേസെടുക്കുമെന്ന് പോലീസ് അറിയിച്ചതോടെ പോലീസും ബോബി അനുകൂലികളും തമ്മിൽ തർക്കമായി. ബോബി ഫാൻസ് ജയിൽ പരിസരത്ത് കാട്ടിക്കൂട്ടിയ പരാക്രമമാണ് അടുത്ത റിപ്പോർട്ടിൽ കാണാൻ സാധിക്കുക. ഏതു പോലീസ് വന്നാലും പടക്കം പൊട്ടിക്കും. പൊട്ടിച്ചാൽ കേസെടുക്കുമെന്ന് പോലീസ്. എന്നാൽ എന്തായാലും പൊട്ടിച്ചിട്ടേ പോകൂ എന്ന് അന്തം വിട്ട ബോബി ഫാൻസ്. മെൻസ് അസോസിയേഷൻ എന്നൊരു സംഘടനയുടെ പ്രതിനിധികളാണ് ബോബിക്ക് പിന്തുണയുമായി മാലപ്പടക്കവുമായി എത്തിയത്. എന്തോരം പേർ ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു. പരാതിക്കാരിയായ നടിയുടെ സിനിമകളിൽ പോലും അത്തരം സംഭാഷണങ്ങളില്ലേ എന്നെല്ലാമാണ് ബോബി അനുകൂലികളുടെ വികടൻ ന്യായങ്ങൾ. സിനിമയിലെ കഥാസന്ദർഭമാണോ ജീവിതത്തിലെ അന്യായങ്ങൾക്ക് മറുപടി എന്ന ചോദ്യമൊന്നും ഏശിയില്ല. ബോബി ആരെയെങ്കിലും കൊന്നോ എന്ന മറുവാദം വരും. തട്ടിക്കയറും. കോപപ്രകടനങ്ങൾ, വിദണ്ഡവാദങ്ങൾ, വെറുതെ തർക്കങ്ങൾ. ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ടെന്ന് കോടതി ഒരിടത്ത് ഓർമ്മിപ്പിക്കുമ്പോൾ അതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിൽ ഒരാൾക്കൂട്ടം ലൈംഗിക അധിക്ഷേപ കേസിലെ പ്രതിക്കായി ജയിൽ വാതിൽക്കൽ ഈ വിധം ഇങ്ങനെ. ഞങ്ങൾ സംഘടനപരമായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെ ബോബി പിന്നെന്താ അങ്ങനെയാണ് ഞങ്ങൾ ജയിലിൽ പോകുന്നത്. പിന്നെന്താ ജയിലെന്താ വലിയ സംഭവം? എത്രയോ നിരപരാധികൾ ഇതിനകത്ത് ജയിലിൽ കിടക്കല്ലേ? പറയുന്നത് ന്യായമാണ്. ജനശ്രദ്ധ കിട്ടാൻ നാടകം വേണ്ടെന്നും വേണ്ടി വന്നാൽ ഇനിയും അറസ്റ്റ് ചെയ്യാം, അത് വേണോ എന്ന് പ്രതിഭാഗം അഭിഭാഷകനെ വിളിച്ചു വരുത്തി കോടതി ശകാര ഭാഷയിൽ ചോദിച്ചതിന് തൊട്ടു പിന്നാലെ മാലപ്പടക്കവുമായി ജയിലിന് മുന്നിലെത്തിയ ഫാൻസ് ആൾക്കൂട്ടം ഇങ്ങനെ തുടർന്നു. കേസ് അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളായി അയാളൊന്ന് അറസ്റ്റ് ചെയ്താൽ മതി എന്നാണ് പുള്ളി പറയുന്നത്. അനീതിക്കെതിരെ ഞങ്ങളെ മെൻസ് അസോസിയേഷൻ എന്നും പുരുഷന്മാർക്കൊപ്പം ഉണ്ട്. പോലീസ് ഉറച്ചു നിന്നു. ജയിൽ പരിസരമാണ്. പടക്കം പൊട്ടിച്ചാൽ കളി മാറും. കേസെടുക്കും. തൂക്കിയെടുത്തു കൊണ്ടുപോകും. ഇത് ഏത് അനുവാദം ആരനുവാദം കൊടുത്തു പറഞ്ഞാലും പബ്ലിക്കിന്റെ ഇടയിൽ പൊതുജനങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ പടക്കം പൊട്ടിക്കുക, ജയിൽ പോലെ ഒരു സുരക്ഷിത മേഖലയിൽ പടക്കം പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമലംഘനമല്ലേ? കൂടാതെ ഇനി ഒന്നും അല്ലെങ്കിലും ഇവിടെ ഒരു ക്രമസമാധാനം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് പറഞ്ഞാൽ അനുസരിക്കാൻ പൊതുജനം ബാധ്യസ്ഥരല്ലേ? അപ്പൊ പിന്നെ പൊതുജനം ഞാൻ അസോസിയേഷനാണ്, ഞങ്ങളുടെ നേതാവിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റുമോ? കളിമാറുമെന്ന് കിളിപോയ ഫാൻസിന് മനസ്സിലായി തുടങ്ങിയതോടെ ഓരോരുത്തരായി പതുക്കെ വലിഞ്ഞു. പടക്കം ചുരുട്ടിപ്പൊതിഞ്ഞ് രോഷമടക്കി ഒതുക്കത്തിൽ മടങ്ങി. എന്താ സാർ കാര്യം? എന്റെ മാത്രം പറയണ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരുടെ കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഞങ്ങളിവിടെ വന്നത് മാത്രമേ ഉള്ളൂ. ജാമ്യം കിട്ടിയിട്ടും ഏഴൈത്തോടർ ഇമേജ് ഉണ്ടാക്കാൻ നാടകം കളിച്ച് പണി ഇഴന്നു വാങ്ങിയ ബോബിക്ക് ഫാൻസ് ഈ കാട്ടിയ നാടകം ഇരട്ടിപ്പണിയാകുമോ എന്ന് ഇനി കേസ് പരിഗണിക്കുമ്പോഴറിയാം. ന്യൂസ് മലയാളം, കൊച്ചി.